കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് അറിയണം. പ്രവാസികളാണ് നാടിന്റെ നട്ടലെന്നും പ്രവാസികൾ ഇല്ലെങ്കിൽ കേരളമില്ല എന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പ്രവാസികളുടെ പ്രശ്നം എന്താണ്? നമുക്കൊരു വീഡിയോ കാണാം. അതിനുശേഷം ഈ പ്രവാസി പെൻഷൻ, അതിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്, അതും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കാണാം. വളരെയേറെ സങ്കടത്തോടുകൂടെയും അതിനേക്കാൾ കൂടുതൽ ദേഷ്യത്തോടുകൂടെയുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ച് ഓരോ പ്രവാസികളും ഈ ഒരു വീഡിയോ കാണുക തന്നെ വേണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പും ബോർഡും ഏതാണെന്ന് ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും. അത് പ്രവാസികാര്യ വകുപ്പാണെന്നും അത് നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡാണെന്നും അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും. ഈ വകുപ്പും ഈ ബോർഡും പ്രവർത്തിക്കുന്നത് പ്രവാസികളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ, പ്രവാസികളെ എങ്ങനെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചു പോകും. ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഒരു മുടക്കവുമില്ലാതെ കിട്ടുമ്പോൾ, അവർക്ക് വേണ്ടിയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ പ്രവാസികളുടെ കാര്യം ഇന്നും കഷ്ടമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് കൃത്യമായിട്ടുള്ള പെൻഷൻ കൊടുക്കാൻ പോലും ഈ വകുപ്പിന് സാധിക്കുന്നില്ല എങ്കിൽ, ഈ ബോർഡിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ ബോർഡ് പിരിച്ചുവിടുകയാണ് വേണ്ടത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ചൂടിലും അതേപോലെ തന്നെ കനത്ത തണുപ്പിലുമെല്ലാം ഇവിടെ കടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വയസ്സായി 60 വയസ്സ് കഴിഞ്ഞിട്ട് അവർ പെൻഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, അവർ അടച്ച അംശാദായ തുകയുടെ അവകാശത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശപ്പെട്ട, അതിനേക്കാൾ നാണക്കേടുണ്ടാക്കുന്ന മറ്റ് എന്ത് കാര്യമാണുള്ളത്? പല പ്രവാസികൾക്കും കഴിഞ്ഞ മാസത്തെ പെൻഷൻ കിട്ടുന്നില്ല. ഈ മാസം 17 ആയിട്ട് പോലും ഈ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ബോർഡിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് തേങ്ങാത്തൊലിയാണ് പ്രവാസികൾക്ക് വേണ്ടി ഇവർ കൊടുക്കുന്നത് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇവർ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറയുന്നത്? മറ്റൊരു പ്രവാസികൾ അനുഭവിക്കുന്ന വലിയൊരു അനീതി, നാളെ നമ്മളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ അനീതിയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിട്ട് അംശാദായ തുക കൃത്യമായിട്ട് അടച്ചതിന് ശേഷം പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ആ പെൻഷൻ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം 5, 6, 7 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ പെൻഷൻ അനുവദിച്ച് വരുന്നത്. ആ അനുവദിച്ചു വരുമ്പോഴേക്കും ഇത്രയും മാസത്തെ പെൻഷൻ പല പ്രവാസികൾക്കും നഷ്ടപ്പെടുകയാണ്. ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും മാസത്തെ കുടിശ്ശിക ബാക്കിയായിട്ട് മാറുകയാണ് കിട്ടുന്നത്. പല പ്രവാസികൾ ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വലിയ കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്നതായ നോർക്ക കെയറും നോർക്ക കെയർ പ്ലസും പല പ്രവാസികളെയും 10,000 രൂപയും 15,000 രൂപയും കൊടുത്ത് അതിനകത്ത് അപേക്ഷിച്ച് 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ പല ഹോസ്പിറ്റലുകളും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പല പ്രവാസികളും അത് കൃത്യമായിട്ടുള്ള അതിന്റെ തുക 5 ലക്ഷം രൂപ കിട്ടുന്നില്ല. പലർക്കും പകുതി പൈസ അടക്കേണ്ടതായിട്ട് വരുന്നു. പലർക്കും 25,000, 50,000 രൂപ അടക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് കഴിഞ്ഞ ഭരണകാലത്ത് മുഖ്യമന്ത്രിയാണ് പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്രാവശ്യവും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നെങ്കിൽ മുഖ്യമന്ത്രി ഇത് കൃത്യമായിട്ട് പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ പെൻഷൻ തുകയും മറ്റുള്ള ആനുകൂല്യങ്ങളും പ്രവാസികൾക്ക് അവകാശപ്പെട്ട, പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണ്, മൂലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവാസികൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഒന്നും വേണ്ട, ഒരു പ്രവാസി ഇവിടെ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും നാട്ടുകാരെ കൊണ്ട് കൈയിട്ട് പിരിപ്പിക്കാതെ, നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടാതെ പാവപ്പെട്ട പ്രവാസികൾ കൈ എടുത്ത് നാട്ടിലോട്ട് അവരുടെ മൃതദേഹം അയക്കേണ്ടിയുള്ളവരുടെ ബന്ധുക്കൾക്കും അവരുടെ നാട്ടുകൾക്കും ഈ കിട്ടുന്ന പൈസ മുഴുവനും നാട്ടിലോട്ട് അയച്ച് ആ നാട്ടിലോട്ട് അവരുടെ മൃതദേഹം ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ കൃത്യമായിട്ട് കേരളക്കാരുടെയെങ്കിലും മൃതദേഹം കൃത്യമായിട്ട് നാട്ടിലോട്ട് എത്തിക്കുന്ന ഒരു സൗകര്യം ഉണ്ടാവണം. എത്രയോ കോടീശ്വരന്മാരായിട്ടുള്ള പ്രവാസികളുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് കൊണ്ടാക്കുന്ന പ്രവാസികളുണ്ട്. പോട്ടെ, സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവാസി നാട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 100 രൂപ വെച്ച് നിങ്ങൾ മേടിച്ചിട്ട് അതിന്റെ അത് പ്രത്യേകമായിട്ടൊരു ഫണ്ട് ഉണ്ടാക്കി പ്രവാസികൾക്ക് വേണ്ടി അവരുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഒരു അപകടം ഉണ്ടായാൽ അവരെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി, തുടർ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക കണ്ടെത്തി കൃത്യമായി പ്രവാസികളുടെ അനീതിക്കെതിരെ നമ്മളെല്ലാവരും ശബ്ദമുയർത്തണം. പ്രവാസികളെ ഇനിയും ചവിട്ടിത്തേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാവരുത് എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിസ്സാര കാര്യമല്ല. ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയോ മതമോ ഒന്നും നോക്കാതെ ഈ കാര്യം എല്ലാവരും ഒരുപോലെ കാണേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നല്ല, പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ അവസ്ഥ അവർക്കാണ് നല്ല രീതിയിൽ പറയാൻ സാധിക്കുക. അത് ഈ സഹോദരൻ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് ജൂൺ 20, ഇന്നും പ്രവാസി പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് പേർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്, പ്രവാസികൾ അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം, അത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സർക്കാർ അതിൽ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം
ഈ പ്രവാസികൾ നട്ടലാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചെറിയ ചില കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, കൃത്യമായി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം സർക്കാരുകൾ. അത് മാത്രമല്ല, ഇന്ന് പ്രവാസി കൂട്ടായ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് നേരെ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവരെ അവഗണിച്ചു, അതായത് പ്രവാസികളെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. ഇത് കേരള പ്രവാസി സംഘം നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രവാസി പെൻഷനിൽ ഒരു വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യമൊക്കെ അതായത് മാസം ആദ്യം തന്നെ, അതായത് 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ട് എന്ത് ചെയ്യും, ഈ പെൻഷൻ ക്രെഡിറ്റ് ആവും. പിന്നീട് പിറ്റത്തെ മാസം അത് 5-ാം തീയതി ആവും, പിന്നെ 7 ആവും, 10 ആവും, 15 ആവും, 20 ആവും, 25 ആവും, 27 ആവും, പിന്നെ 30 ആവും, പിന്നെ അടുത്ത മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ലഭിക്കും. പിന്നീട് ആ ഒരു മാസം പിന്നെ കിട്ടില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസമാണ് ലഭിക്കുക. അതായത് ഒരു മന്ത് എന്ത് ചെയ്തു, അവിടെ മുക്കിയിട്ടുണ്ട്, മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് കൂടുതൽ പേരും ശ്രദ്ധിക്കില്ല. ചില ആളുകൾ ശ്രദ്ധിക്കും, ചില ആളുകൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മാസത്തെ പെൻഷൻ തുക അങ്ങ് മുക്കും. അതായത് ജനുവരിയിലെ പെൻഷൻ തുക ഫെബ്രുവരി 1-ാം തീയതിയും, ഫെബ്രുവരിയിൽ മാർച്ച് 3-ാം തീയതിയും, മാർച്ചിൽ ഏപ്രിൽ 7-നോ 5-നോ ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സൈക്കിളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താവും, ഒരു മാസത്തെ പെൻഷൻ തുക അങ്ങ് മുക്കും. ഇത് ഒരാളതല്ല, ഒരുപാട് പേരുതാണ്. പിന്നെ ഇത് കൂടുതൽ ആളും ശ്രദ്ധിക്കാറില്ല. പിന്നെ ശ്രദ്ധിച്ചാൽ തന്നെ പലരും ഇത് സംസാരിക്കാറുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കണം. അതായത് ഈ പ്രവാസികൾ നട്ടലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.